ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ പറഞ്ഞ വാക്കുകളും നിങ്ങൾ പറഞ്ഞ ഉപയോഗിച്ച തെളിവുകളും മാത്രം ആധാരമാക്കിയാണ് ഞാൻ പ്രതികരിച്ചത്. സഹോദര, ഏക സത്യ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച നാമം ഉപയോഗിച്ച് പേരുപയോഗിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം വരെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മുതൽ യേശുക്രിസ്തുവിന്റെ മരണത്തിനു ശേഷം അല്ലെങ്കിൽ കുരിശു മരണത്തിനു ശേഷം അദ്ദേഹത്തെ കുറിച്ച് ശിഷ്യന്മാർ നടത്തിയ സാക്ഷ്യങ്ങൾ ഉൾപ്പെടെ മുഴുവൻ വചനങ്ങളും മുഴുവൻ വാക്കുകളും ഒന്നിന് ഒന്നായി പരിശോധിക്കുക. ഏക സത്യ ദൈവത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദം യേശുവിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ? അത് ഇതുവരെയും വിഷയാവതരണം മുതൽ നിങ്ങൾ ഉന്നയിച്ച 12 ചോദ്യങ്ങളിലും അതിനെ സ്ഥാപിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പ്രിയ സജീർ ബുഖാരി, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള വാദം വിവിധ നിലകളിൽ താനിവിടെ സ്ഥാപിക്കുകയുണ്ടായി. ആ നിലയിൽ സ്ഥാപിച്ചു. ഞാനൊരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനി അപ്പൊ ചോദിച്ചേക്കാൻ മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അവർ തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്ന. വീണ്ടും പറയുന്നു, AP സുന്നി വിഭാഗത്തോട് ഒരു ഡിബേറ്റിന് ഞാനില്ല. നിശ്ചപ്പൂട്ടുകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ISക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയം. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. തികഞ്ഞ താഴ്വാക്കത്തോടുകൂടിയാണ് ഈ നല്ല മീറ്റിംഗ് നമ്മളിവിടെ കൂടുന്നത്. നാളുകളായി നമ്മുടെയൊക്കെ മനസ്സിലുള്ള അനേക സംശയങ്ങൾക്ക് നിവാരണം വരുത്തുക എന്നുള്ള ഏക ഉദ്ദേശം മാത്രമാണല്ലോ നമ്മുടെ കൂടികളിൽ ഈ സംഗമത്തിൽ സംജാതമാക്കപ്പെടുന്നത്. നമ്മുടെ സ്നേഹിതൻ സജാദ് പല സന്ദർഭത്തിലും എന്നെ ഫോണിലൂടെ വിളിക്കുകയും പല കാര്യങ്ങൾ അറിയണമെന്ന താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന സജീർ ബുഖാരി സാഹിബിനെ സജാദ് വിളിക്കും. അപ്പൊ രണ്ടുപേരോട് ചോദിക്കുമ്പോൾ സജാദിനെ പോലുള്ള അനേക ചെറുപ്പക്കാരെ കൺഫ്യൂഷൻ ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള നിജസ്ഥിതി അറിയുവാൻ പണ്ഡിതന്മാർ ചേർന്നിരുന്നൊരു ചർച്ച ആകണം എന്ന് പല രംഗത്തു നിന്നുള്ള ഉത്തേജനകരമായ വാക്കുകൾ വന്നപ്പോൾ പ്രിയപ്പെട്ട സജീർ ബുഖാരിയുമായിട്ട് ഞാൻ സംസാരിക്കുകയും അങ്ങനെ ഈ വിധത്തിലുള്ള നല്ല സ്നേഹ സംഗമം നമുക്ക് സംജാതമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ കൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യം രണ്ട് വിധത്തിൽ വൈരുദ്ധ്യാത്മകമായി പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും തെറ്റാകാം, അല്ലെങ്കിൽ ഒരെണ്ണം ശരിയാകാം. ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് അറിയണമെങ്കിൽ ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള പഠനം നടത്തി
ആ തരത്തിലുള്ള ഒരു ചർച്ച നമുക്ക് തുടരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് നമ്മളിത് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്നും നാളെയുമായി നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന ഈ സ്നേഹ സംഗമത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. ആ ചർച്ച ചെയ്യുന്ന വിഷയം, ഇന്നത്തെ വിഷയം യേശുക്രിസ്തുവിന്റെ ദൈവികത്വം. നാളെ ദൈവികമായാൽ നാം ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം. ഈ 2 വിഷയങ്ങളെ സംബന്ധിച്ച് 2 മതവിഭാഗങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങളെ സ്നേഹത്തിന്റെ ഭാഷയിൽ, സൗഹൃദത്തിന്റെ ഭാഷയിൽ, താഴ്മയുടെ ഭാഷയിൽ, വിനയത്തിന്റെ സ്വരത്തിൽ നമ്മൾ സംസാരിക്കുകയും സത്യം തിരിച്ചറിയാൻ തക്കൊണ്ടുള്ള ഒരു ഉൾപ്രേരണ ഇതിലൂടെ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചർച്ചകളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് തുടരണം. പ്രത്യേകിച്ച് നമ്മുടെ മലയാള രാഷ്ട്രത്തിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ആ ഒരു ചാതുര്യം മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ നമ്മുടെ ഈ സംഭാഷണങ്ങൾ പ്രധാനമാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ വന്നിരിക്കുന്നവരെയും ഇവിടെ കൂടി വന്നിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സംഘാടകൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ക്രൈസ്തവ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫെനിസാറാണ്. ഫെനിസാറ് കാസർഗോഡ് ജില്ലയിൽ താമസിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ്. ബൈബിളിനെ കുറിച്ചുള്ള ആഴമായ അറിവും പാണ്ഡിത്യവും തനതായ ദിവസത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആ യുവാവ് നമ്മളോട് ഇന്ന് സംസാരിക്കും. അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പണ്ഡിതനായിരിക്കുന്ന ബഹുമാനായിരിക്കുന്ന സജീവ് ബുഖാരി, കുണ്ടോട്ടി ബുഖാരി കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ അയൽവാസിയാണ് അദ്ദേഹം, വൈകിട്ടുള്ളവാരും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഇന്ന് സംസാരിക്കും. ഇന്ന് മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള 2 വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മോഡറേറ്റേഴ്സ് ആയിരിക്കുന്നതിൽ ഇസ്ലാം പക്ഷത്തു നിന്നുള്ളത് എൻ്റെ ബാല്യകാലം മുതൽ തന്നെ മകനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും വാത്സല്യത്തോടുകൂടെ കൊണ്ടു നടക്കുകയും ചെയ്ത എൻ്റെ ഉമ്മയ്ക്ക് തുല്യമായിരിക്കുന്ന ഫാത്തിമത്താത്തയുടെ കൊച്ചുമകനായിരിക്കുന്ന റിയാസാണ്. റിയാസ് എൻ്റെ അയൽവാസിയായിട്ട് പറയുന്ന ആളുകൾ, ഞങ്ങൾ സ്നേഹിതരാണ്. എന്നേക്കാൾ കുറെ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ പോലും വളരെ മാന്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ അന്യോന്യം വർദ്ധിക്കുന്ന റിയാസാണ് ഇന്ന് ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. അതേപോലെ ക്രൈസ്തവ പക്ഷത്തിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ സാറാണ്. അദ്ദേഹം എറണാകുളം ജില്ലാക്കാരനാണ്. അദ്ദേഹം കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ അനേക യുവാക്കന്മാരെ, പ്രായമുള്ളവർ, അതേപോലെ കുടുംബങ്ങൾ കൗൺസിലിംഗ് നടത്തുകയും അവർക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ പ്രബോധനം നൽകി കൊടുക്കുകയും ചെയ്യുന്ന മാന്യദേഹമാണ് ജോൺസൺ സാർ. അതോടൊപ്പം തന്നെ ക്രൈസ്തവ പക്ഷത്തു നിന്ന് ഇതിൽ സംസാരിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അലീഫ് ഫിലിപ്പ് ബ്രദറാണ്. അദ്ദേഹം തൃശ്ശൂരിൽ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റൊരാള് പാസ്റ്റർ സുരേന്ദ്രൻ, അദ്ദേഹം വയനാട് സ്വദേശിയാണ്. അദ്ദേഹവും നമ്മളൊപ്പം ഉണ്ട്. 2 വർഷം ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത് ഇടപെടുവാൻ സാധിച്ചിട്ടുള്ള കുണ്ടോട്ടിക്കാര്, എൻ്റെ പള്ളിക്ക് സമീപത്ത് താമസിക്കുന്ന റൌഫും മുഹമ്മദ് റഫീഖും, ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് ഞങ്ങൾ കുറെ സമയങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തക്കവണ്ണം മുമ്പ് ഇടയായിരുന്നു. അതേപോലെ തന്നെ 2 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. പാസ്റ്റർ ചാക്കോ ആന്റണി, അതുപോലെ അനിൽകുമാർ അയ്യപ്പൻ, ജോൺസൺ ബ്രദർ. ഇത് ശരിക്കും ഇസ്ലാമിക ക്രൈസ്തവ പക്ഷത്തു നിന്നുള്ള സംസാരമാണെങ്കിലും ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗമായതുകൊണ്ട്, ഞങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട്, വളരെ സൗഹാർദ്ദമായി മാത്രം സംസാരിക്കുന്ന സമൂഹമായതുകൊണ്ട് ഈ ചർച്ച വളരെ സന്തോഷകരമായി തീരുമെന്നതിന് യാതൊരു സംശയമില്ല. നമുക്ക് അതിനായിട്ട് കാതോർക്കാം. ഇപ്പോൾ 2 ചെയർമാരെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അവർ സംസാരത്തിന് ശേഷം വിഷയാവതരണത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഇവിടെ നടക്കാൻ പോകുന്ന ഈ ചർച്ചയുടെ മോഡറേറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഞാനും പ്രിയ സഹോദരൻ ഞങ്ങൾ 2 പേരും ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രിയ ബഹുമാനാഴ്ച ഓർപ്പിച്ചതുപോലെ നമ്മളിത് സൗഹാർദ്ദപരമായിരിക്കുന്ന അന്തരീക്ഷത്തിലും ആണ് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
ചർച്ചയാണെങ്കിലും അതിൻ്റെതായിരിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് വയലേറ്റ് ചെയ്യുവാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഇവർ തമ്മിൽ ഏകദേശ ധാരണയായിരിക്കുന്ന ഒരു ഉടമ്പടി ഉണ്ട്. അത് പ്രിയ അച്ഛനും അതുപോലെ തന്നെ മുഹമ്മദ് സജീർ ബുഖാരിയും അവർ രണ്ടുപേരും സൈൻ ചെയ്ത് സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ അറിവിലേക്ക് ഓർപ്പിക്കുന്നു. ആദ്യം പ്രിയ സജീർ ബുഖാരി 30 മിനിറ്റ് വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം 30 മിനിറ്റ് ഈ ഭാഗത്തു നിന്ന് നെയ്ത്തനായിരിക്കുന്ന സിന്നി തന്റെ വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം ആദ്യം വിഷയം അവതരിപ്പിച്ച മുസ്ലിം പക്ഷത്തോട് ക്രൈസ്തവ പക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കും. ശേഷം ക്രൈസ്തവ പക്ഷത്തോട് മുസ്ലിം പക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ചോദ്യങ്ങൾക്ക് 2 മിനിറ്റാണ് ദൈർഘ്യമുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ആ ചോദ്യം ചോദിക്കണം. ആ ചോദ്യത്തിന് 3 മിനിറ്റ് കൊണ്ട് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നിലയിലാണ് നമ്മൾ ഈ ഡയലോഗ് തുടരുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ഡിബേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കണക്കാക്കണ്ട. കാരണം ഡിബേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി മൂവ് ആസ് ആൻ ആർഗ്യുമെന്റ് ഒക്കെ ആയിട്ട് മാറാം. എന്നാൽ ഡിബേറ്റ് അല്ല, നമ്മൾ പരസ്പരമുള്ളതായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിരിക്കുന്ന ആ സ്പിരിറ്റോടുകൂടെ നമ്മളിത് ഉൾക്കൊള്ളും എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം ക്ലിയർ ആയിരിക്കണം, അതിന് ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവിടെ സ്റ്റേജിലുള്ള ആളുകൾ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അലോട്ടഡ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതി പാസ് ചെയ്യുക, അവരുടെ കൊടുക്കുക, അവരത് ചോദ്യം ചോദിച്ചോളും. അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഇന്റർഫിയറൻസ് അധികം ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് പ്രകോപനം തോന്നിയിരിക്കാം. എങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ സമചിത്തതയോടുകൂടെ ശാന്തതയോടുകൂടെ എന്ന് പറഞ്ഞാൽ സൗമ്യതയുടെ ആത്മാവ് വെടിയാതെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും നമ്മൾ ചില പദപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കുന്ന എല്ലാം ഒട്ടുമിക്കവാറൊക്കെ 40 വയസ്സിന് താഴേക്കുള്ളവരാണ്. അപ്പോൾ നമുക്കൊക്കെ ബ്ലഡ് ചൂടാകുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് സൗമ്യത നമ്മൾ ഒരിക്കലും ആ നിലയിൽ കൈവിടാതെ വളരെ മാന്യമായ നിലയിൽ ചോദ്യോത്തര സമയം ചെലവഴിക്കാം. വളരെ നന്നായിട്ട് ഈ ഡയലോഗ് എന്നാൽ ഞാൻ അത് ഉദ്ദേശിക്കുന്ന ഡയലോഗ് എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നാളെ ഡിബേറ്റുകൾ എന്നൊക്കെ പറയുമ്പം അതിൻ്റെതായിരിക്കുന്നൊരു മുഖമുണ്ട്. എന്നാൽ ഇതൊരു ആശയവിനിമയമാണ്. അപ്പോൾ അത് തുടങ്ങുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ആ വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാസ്തായിട്ട് രണ്ടു കൂട്ടർക്കും ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ന് ഇവിടെ ചെയ്യുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെയും പേപ്പർ പ്രസന്റേഷൻ വ്യക്തമായ നിലയിൽ നിങ്ങൾ കേട്ടേ പറ്റൂ. കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ പേപ്പർ പ്രസന്റേഷൻ നിങ്ങൾ കേൾക്കുക. ക്രിസ്തീയ സ്നേഹിതന്മാർക്ക് ഇസ്ലാമിന്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാന്യ സ്നേഹിതന്മാരെ, നേരത്തെ ഇവിടെ ആമുഖ ഭാഷണവും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള മധ്യസ്ഥന്റെ വിശദീകരണവും നടന്നു. അതിൽ സൂചിപ്പിച്ചത് തന്നെയാണ് ഇവിടെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതൊരു സ്നേഹ സംബന്ധമായ ഒരു സൗഹൃദപരമായ ചർച്ച തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സ്വാഭാവികമായും വ്യത്യസ്ത രീതികളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെയുള്ള 2 കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്ത് തന്നെ പ്രബലമായ 2 മതങ്ങളുടെ പ്രതിനിധികളായാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ധാർമ്മികമായ ആത്മീയമായ മൂല്യങ്ങളൊക്കെ
നമ്മളുടെ പ്രവർത്തനങ്ങളിലും സംസാരത്തിലുമൊക്കെ ഉണ്ടാവണമെന്ന് പരസ്പരം രണ്ടും വിഭാഗത്തെയും അറിയിക്കുക എന്ന ഒരു കടമ നിർവഹിക്കുകയാണ്. പിന്നെ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഞാനും അദ്ദേഹവും വളരെ അടുത്ത ബന്ധമുണ്ട്. സജീർ ബുഖാരി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നെ നിങ്ങൾ വലിയ സൗഹൃദമുള്ള ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സൗഹൃദ ചർച്ചയാണ്, അതുകൊണ്ട് റിയാസ് എന്തായാലും വരണം എന്നോട് ആവശ്യപ്പെടുകയും എൻ്റെ സ്നേഹിതനെ ഞാൻ ഇവിടെ വന്നപ്പോൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പിന്നെ ബാല്യകാലം മുതൽ തന്നെയുള്ള സുഹൃത്തുക്കളാണ്. വ്യത്യസ്ത മതങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്നത് നമ്മുടെ സൗഹൃദത്തിന് ഒരിക്കലും തടസ്സമാവരുത്. വ്യത്യസ്തമായ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ധർമ്മം വ്യത്യസ്ത രീതിയിൽ നമുക്ക് രണ്ടു വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടത് എന്ന നിലയിൽ അത് കൂടിയിരുന്ന് ഒന്ന് ചർച്ച ചെയ്യുക എന്നതിന് വേണ്ടി ഒരുക്കിയ ഈ അവസരം അത് വളരെ സന്തോഷകരമായി തന്നെ നമ്മൾ വിനിയോഗിക്കണം. രണ്ടു പക്ഷത്തു നിന്നും ഉള്ള 3 വീതം പണ്ഡിതന്മാരാണ് വേദിയിലിരിക്കുന്നത്. 6 വീതം, പരമാവധി 6 വീതം പിന്നെ ഓഡിയൻസിനും അനുവാദം നൽകാമെന്ന് അവർ നേരത്തെ തയ്യാറാക്കിയ, നേരത്തെ ഇവിടെ വായിച്ച പിന്നെ വ്യവസ്ഥയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും നാളെയും 2 ദിവസത്തെ ചർച്ചക്കാണ് അവർ എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥ ഉള്ളത്. ഇന്നത്തെ ചർച്ച അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു, ഞാനത് എഴുതിയത് അങ്ങനെ തന്നെ ഒന്ന് വായിക്കുകയാണ്. വിഷയം യേശുവിൻ്റെ ദൈവികത, വാദം, മുസ്ലിം പക്ഷം, ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവമല്ല. മുസ്ലിം പക്ഷത്തിൻ്റെ വാദം, ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവമല്ല. ക്രൈസ്തവ പക്ഷം, ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവമാണ്. 2 കൂട്ടരുടെയും തെളിവാണ് ഇനി ഞാൻ സൂചിപ്പിക്കുന്നത്. തെളിവ് ബൈബിൾ എന്ന പരിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. അതാണ് ഈ വ്യവസ്ഥയുടെ പിന്നെ വാദവും വാദത്തിൻ്റെ തെളിവും. പിന്നെ ഡയലോഗിൻ്റെ രൂപം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മുസ്ലിം പക്ഷത്തിൽ നിന്നുള്ള 30 മിനിറ്റ് വിഷയാവതരണവും അതിനുശേഷം പിന്നെ ക്രിസ്ത്യൻ പക്ഷത്തിൽ നിന്നുള്ള 30 മിനിറ്റ് വിഷയാവതരണവും, അതുപോലെ ആദ്യം വിഷയം അവതരിപ്പിച്ച മുസ്ലിം പക്ഷത്തോട് ക്രൈസ്തവ പക്ഷത്തിൻ്റെ ചോദ്യമാണ് ആദ്യം നടക്കുന്നത്. അത് 2 മിനിറ്റാണ് ചോദ്യത്തിൻ്റെ ദൈർഘ്യം. ഉത്തരങ്ങൾക്ക് 3 മിനിറ്റ് വീതവുമായിരിക്കും. ഓരോ വിഭാഗത്തിനും ആകെ 12 വീതം അവസരങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇരു വിഭാഗവും ഉന്നയിക്കുന്ന ഉദ്ധരണികൾ മറുപക്ഷം ആവശ്യപ്പെടുന്ന പക്ഷം ഹാജരാക്കേണ്ടതാണ്. ഞങ്ങൾ 2 പേര്, ബഹുമാനായ ജോൺസൺ സാറും ഞാനും ഇതിൻ്റെ മീഡിയേറ്റർമാരായിട്ടുണ്ട്. ഇരുപക്ഷവും ഒരാൾ തെളിവ് ഉദ്ധരിച്ചു. ആ തെളിവ് ഉദ്ധരിച്ചത് മറ്റുള്ളവർക്ക് സംശയം വന്നു എങ്കിൽ അവർക്ക് ആ തെളിവ് എവിടെയാണ് ബൈബിളിൽ അങ്ങനെ പറഞ്ഞത് എന്ന് അവർക്ക് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ മധ്യസ്ഥന്മാർ മുഖേന അതവർക്ക് തെളിവ് പരസ്പരം കാണിച്ചു കൊടുക്കേണ്ടതാണ് ആവശ്യപ്പെട്ടാൽ. ഇരു വിഭാഗത്തിൽ നിന്നും 3 പണ്ഡിതന്മാർ, 1 മധ്യസ്ഥൻ, 6 ശ്രോതാക്കൾ ഉൾപ്പെടെ 10 പേർ വീതം പങ്കെടുക്കാവുന്നതാണ്. വീഡിയോ വെവ്വേറെ വിഭാഗങ്ങൾക്ക് ഉണ്ട്, 2 ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. മധ്യസ്ഥന്റെ തീരുമാനം അന്തിമമായിരിക്കും. അഥവാ പിന്നെ ഒരു വിഷയത്തിൽ സ്വാഭാവികമായും ആശയങ്ങളുടെ ചർച്ചയാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുമുണ്ട്. അത് ആ സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തി ഓഡിയൻസിന് ഒരു തരത്തിലുള്ള ഇടപെടലുകൾക്കും അവസരം ഇല്ല എന്ന്, ഓഡിയൻസിന് ഒരു തരത്തിലുള്ള ഇടപെടലിനും അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അവർ എഴുതിയ വ്യവസ്ഥയിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ ഓഡിയൻസിന് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയാനോ മറ്റോ കാര്യങ്ങളോ ഇവിടെ അനുവദിക്കുന്നതല്ല. അത് നമ്മുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നിലമ്പൂർ പ്രദേശത്ത് ചന്തക്കുന്നിലുള്ള ബൈബിൾ ഫെലോഷിപ്പ് സെന്ററിൽ വെച്ച് നടത്താം, അല്ലെങ്കിൽ പരസ്പര ധാരണയോടെ ആവശ്യമെങ്കിൽ സ്ഥലം മാറ്റാം എന്നത് ധാരണയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. മൈക്ക് സംവിധാനമുണ്ട്. പൊതുവായി ഉണ്ടാവുന്ന ചിലവ് തുല്യമായി പങ്കിട്ടെടുക്കുന്നതാണ്. ഇത്രയുമാണ് അവരന്ന് എഴുതിയ വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥ പ്രകാരം തന്നെ ഇന്നും പിന്നെ നാളത്തെ ചർച്ച കൂടി നമുക്ക് നടക്കേണ്ടതുണ്ട്. നേരത്തെ അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, അത് പിന്നെ നാളെ ആ വിഷയത്തിലുള്ള ചർച്ച കൂടിയാണ്. അപ്പോൾ ഇന്ന് വളരെ സുഗമമായും ശാന്തമായും സമാധാനപരമായും സൗഹൃദപരമായും ഈ ചർച്ച നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയവും സംബന്ധമായി ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി പിന്നെ ഞാനും ഇദ്ദേഹവും കൂടി ഷെയർ ചെയ്താണ് സമയവും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ് 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ഞാനോ അദ്ദേഹമോ രണ്ടിലൊരാൾ ഈ ബെല്ലടിക്കുന്ന സമയത്ത് പ്രസംഗം അവസാനിപ്പിക്കേണ്ടതാണ്. മുസ്ലിം പക്ഷത്ത് നിന്ന് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സജീർ ബുഖാരി അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും
مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين صدق الله العلي العظيم. വേദിയിൽ ഇരുപക്ഷത്തും ഇരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, ആദരണീയരായ ശ്രോതാക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ഇനി ആമുഖം ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്ക് വ്യക്തമായൊരു ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് ആധാരമാക്കിയുള്ള വിശ്വാസം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏത് വിഭാഗത്തിലും പെട്ട ഇസ്ലാമിക വിശ്വാസികൾ അംഗീകരിക്കുന്നത് വന്യരായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, അള്ളാഹു അയച്ച പ്രവാചകന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ അവരുടെ പ്രവാചകത്വത്തെ വകവെച്ചു കൊടുത്ത് അംഗീകരിക്കുകയും ചെയ്യണം എന്നതാണ്. ഈ സമയത്ത് നേരത്തെ ജോൺസൺ സാറുമായുള്ള ധാരണ പ്രകാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിക പക്ഷത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവം അല്ല എന്ന വാദത്തിൽ ഊന്നിക്കൊണ്ടാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഏതൊരു വാദവും വിശദീകരിക്കുമ്പോൾ എന്തിനെയാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിർവചിക്കേണ്ടതുണ്ട്. അബ്രഹാമിൻ്റെ അതുപോലെ വന്യരായ ദാവീദിൻ്റെയും പുത്രപരമ്പരയിൽ ബഹുമാന്യനായ യോസേഫിൻ്റെ പ്രതിശുദ്ധ വധുവായിരുന്ന വിശുദ്ധ ഇസ്ലാം പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരു പ്രത്യേകമായ അധ്യായത്തിലൂടെ തന്നെ പ്രത്യേകമെടുത്ത് പറഞ്ഞ ബഹുമാന്യയായ മറിയം ബീവിയുടെ പുത്രനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരെയാണ് ബൈബിൾ യേശു ക്രിസ്തു എന്ന് വിവക്ഷിക്കുന്നത്. ബഹുമാന്യനായ യേശു ക്രിസ്തു ദൈവം ആണ് എന്ന് പറയുമ്പോൾ ബൈബിളിൽ നിന്ന് ദൈവം എന്നതിന് നൽകാവുന്ന ഒരു വിശദീകരണം ആവശ്യമാണ്. ദൈവം എന്നതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം വചനം മുതൽ വെളിപാട് പുസ്തകത്തിന്റെ അവസാനം വരെ വായിച്ചാലും ഒരുപക്ഷെ ഒറ്റവാചകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥ ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളും ഗുണങ്ങളും എന്തെല്ലാം ആയിരിക്കാമെന്ന് ബൈബിളിന്റെ വിവിധ അധ്യായങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ നിന്നും പഴയ നിയമത്തിൽ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്നും അതുപോലെ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നും ചേർത്ത് വെച്ച, ആവശ്യമെങ്കിൽ അതിന്റെ ഉദ്ധരണികൾ ഏതു ഭാഗത്താണെന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന ആമുഖത്തോടുകൂടി ഒരു നിർവചനത്തിന്റെ രൂപത്തിൽ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും, ദൈവം സകലത്തിനും കാരണഭൂതനും പ്രാർത്ഥന കേൾക്കുന്നവനും സർവശക്തനും മരണമില്ലാത്തവനും ഏകാധിപതിയും കർത്താവും രാജാതിരാജനും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്ന് വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ള വിശേഷണങ്ങൾ ചേർത്ത് ദൈവത്തെ നമുക്ക് നിർവചിക്കാം. മനുഷ്യർ ആരും കാണാൻ കഴിയാത്തവനുമായ ആ ദൈവം തന്നെയാണോ യേശു ക്രിസ്തു എന്ന് ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരന്റെ കേരളത്തിൽ പലതവണ കവലകളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട തത്വമസി എന്ന പുസ്തകത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു, ഇന്ത്യയുടെ ആദരണീയനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പോലും ദൈവത്തിന്റെ അവതാരമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വിശ്വാസവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ്. ഞാൻ അതിൽ കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ മഹാത്മാഗാന്ധിജിയുടെ
എഴുത്തുകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണം എല്ലാം വ്യക്തമായി ക്രോഡീകരിക്കപ്പെട്ടതും അത് ഹിസ്റ്ററി നമുക്ക് ലഭ്യമാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ അവതാരമാണ് എന്ന് അവകാശപ്പെട്ട ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയില്ല. എന്നതുപോലെ ബഹുമാന്യനായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം ബൈബിൾ ആധാരമാക്കിയുള്ള ഒരു പഠനത്തിന് വിധേയമാക്കുമ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലും ദൈവികത അവകാശപ്പെട്ട ഒരു ചിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. മറിച്ച് അദ്ദേഹം എന്തെല്ലാമാണ് അവകാശപ്പെട്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം സാധാരണഗതിയിൽ പലപ്പോഴും ഒരുപക്ഷെ ഈ വേദിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ദൈവികതയ്ക്ക് സുവിശേഷങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടാറുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നായതുകൊണ്ട് ഞാൻ എന്റെ വാദങ്ങളെ കൂടുതൽ ക്രമീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്തുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി ഒരു ചിത്രം തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് യേശുക്രിസ്തു നൽകുന്നുണ്ട്. ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മനുഷ്യനാകുന്ന എന്നെ നിങ്ങൾ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഈ വചനത്തിലൂടെ അദ്ദേഹം അവകാശപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള സത്യം നിങ്ങളിലേക്ക് കൈമാറുന്ന അയക്കപ്പെട്ടവനായ ഒരു ദൂതൻ, ഒരു റസൂൽ, ഒരു മുർസൽ ആണ് താനെന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന വ്യത്യസ്ത ഭാഷക്കാരും ദേശക്കാരുമായ ക്രൈസ്തവ സഹോദരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബൈബിളിന്റെ വിവിധ പതിപ്പുകൾ, വിവിധ ഭാഷാ പതിപ്പുകൾ പരിശോധിച്ചാൽ അവയിലുടനീളം ഇതേ വാക്യത്തിന്റെ നേർപരിഭാഷകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. എനിക്ക് സാധ്യമായ 1-2 ഭാഷകൾ ഞാൻ അധികം പറയാം. തമിഴ് ഭാഷയിൽ ദേവനിടത്തിൽ കേട്ടിരിக்கிற സത്യത്തെ உங்களுக்கு சொன்ன മനുഷ്യനാകിയ എന്നെ നീങ്ക കൊല്ലത്തേടുகிறீர்கள். മനുഷ്യനാണ് എന്ന് ആ ഭാഷയിലെ ബൈബിളിലും എടുത്തു പറയുന്നു. ബട്ട് നൗ യു സീക്ക് ടു കിൽ മീ, എ മാൻ ഹു ഹാസ് ടോൾഡ് യു ദ ട്രൂത്ത് വിച്ച് ഐ ഹേർഡ് ഫ്രം ഗോഡ്. ואתם במקשים את נפשי לקחתה באשר ימת אגיד לכם את אשר שמעתי מאת אלוהים. ഹീബ്രു ഭാഷയിലുള്ള ബൈബിളിൽ വളരെ വ്യക്തമായി മനുഷ്യൻ എന്ന് പരാമർശിക്കുന്നു. അതുപോലെ ഗ്രീക്ക് ഭാഷയിൽ ആന്ത്രോപോൺ, നമുക്ക് ആന്ത്രോപോൺ എന്ന പദം പരിചയമുള്ളതാണ്. ആന്ത്രോളജി എന്ന പദമൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നത് നമുക്ക് സുപരിചിതമാണ്. ഇവിടെയും മനുഷ്യൻ എന്ന പദം ആ ഭാഷയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അറബി ബൈബിളിൽ വലാകിന്നകുമുൽ ആന തത്ലുബൂന അൻ തഖ്തുലൂനനി, നിങ്ങൾ ഇപ്പോൾ എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, കൊല്ലാൻ തേടിക്കൊണ്ടിരിക്കുന്നു. ഏത് നിലയിൽ? വാന ഇൻസാൻ ഖദ് കല്ലമകും ബിൽ ഹഖ് അല്ലദി സമിഅഹു മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് കേട്ടിട്ടുള്ള ഹഖ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനാകുന്ന ഞാൻ, എന്നെ നിങ്ങൾ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഞാനിത് പറഞ്ഞത് ലോകത്ത് ഇന്ന് ലഭ്യമായ വ്യത്യസ്ത ഭാഷാ പതിപ്പുകളുള്ള ബൈബിളുകളിൽ പോലും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 40-ാം വചനത്തിൽ എനിക്ക് സാധ്യമാകുന്ന വിവർത്തനങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ബഹുമാന്യനായ യേശുക്രിസ്തു അവകാശപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മനുഷ്യനാകുന്നു ഞാൻ എന്നാണ്. ഇനിയും ഇതേ വചനത്തിന്റെ തൊട്ടുകീഴെ യഹൂദരുമായി നടക്കുന്ന ഒരു സംഭാഷണത്തിന്റെ മധ്യേയാണ് ഈ കാര്യം സംസാരിക്കുന്നത്. അദ്ദേഹം യഹൂദരോട് പറയുന്നത്, ഞാൻ സ്വയമായി വന്നതല്ല, പിതാവായ ദൈവമാണ് എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചത്. മറ്റൊരിടത്ത് കാണാം, എന്നെ വിശ്വസിക്കുന്ന എന്നിലല്ല, എന്നെ അയച്ചവനിലത്രേ വിശ്വസിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വന്യരായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നത് കാണാം, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, അയക്കപ്പെട്ടവനെ വിശ്വസിക്കുന്നവൻ അയച്ച അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നത്. ഇതിന് സമാനമായ ഒരു പരാമർശം ബഹുമാന്യനായ യേശുക്രിസ്തു നടത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 44-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ പലപ്പോഴും ഇസ്ലാമിക വേദികളിൽ നിന്നോ അല്ലെങ്കിൽ ക്രൈസ്തവ വിരുദ്ധ വേദികളിൽ നിന്നോ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു ഉദ്ധരണി, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല,
മറിച്ച് ഞാൻ കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ നിർവഹിക്കുന്നത്. ഇവിടെയും താൻ അയക്കപ്പെട്ടവനാണെന്നും തന്നെ അയച്ച മറ്റൊരാളുണ്ടെന്നും താൻ റസൂലാണെന്നും തന്നെ റസൂലായി നിയോഗിച്ച വേറെ ഒരു ദൈവം, പിതാവായ ദൈവം ഉണ്ട് എന്ന് ബഹുമാന്യനായ യേശു ക്രിസ്തു അവകാശപ്പെടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ അല്ല ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയുമെന്ന് യോഹന്നാന്റെ തന്നെ സുവിശേഷം 7-ാം അധ്യായം 16-ാം വചനത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇങ്ങനെ അനേകം ഉദ്ധരണികൾ യേശുക്രിസ്തു സ്വന്തം നിയോഗത്തെക്കുറിച്ച്, സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായപ്പെട്ട അവകാശവാദം എന്ത് എന്ന് വായിക്കാവുന്ന ചിത്രങ്ങൾ ലഭ്യമാണ്. അതിനു പുറമെ എനിക്കൊരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ബഹുമാന്യനായ ഒരുപാട് മിഷണറി പ്രവർത്തകരുടെ ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പലപ്പോഴും ബഹുമാന്യനായ യേശുക്രിസ്തുവിൻ്റെ ദൈവികതയ്ക്ക് തെളിവായി ഉദ്ധരിക്കപ്പെടാറുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയ അത്ഭുത പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം കാണിച്ചിട്ടുള്ള മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തി കളയുന്ന അടയാളങ്ങളാണ്. അങ്ങനെ അടയാളങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അടയാളങ്ങൾക്ക് തുല്യമായത് അല്ലെങ്കിൽ അവയേക്കാൾ മികച്ചതോ അതിനേക്കാൾ താഴ്ന്നതോ ആയ അടയാളങ്ങൾ മറ്റു പല പ്രവാചകന്മാരും അദ്ദേഹത്തിന്റെ മുമ്പും ശേഷവുമുള്ള ആളുകൾ കാണിച്ചിട്ടുണ്ട്. ബൈബിളിലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എലീശ പ്രവാചകനെ കുറിച്ച്, എലീശ ദീർഘദർശിയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരുപാട് ഉദാഹരണങ്ങൾ 5-6-ാം അധ്യായത്തിലെ 18 മുതൽ 21 വരെ വചനങ്ങളിൽ സിറിയക്കാർക്ക് അന്ധത വരുത്തുകയും അന്ധത സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ചിത്രം എലീശയെ കുറിച്ച് പറഞ്ഞു കാണുന്നുണ്ട്. അതേപോലെ അദ്ദേഹം തന്നെ അരാം രാജാവിന്റെ സേനാധിപനായ നാമാന്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയെന്ന് 5-ാം അധ്യായത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. വെറും 20 യവത്തപ്പഴവും അല്പം മലരും കൊണ്ട് 100 കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുത്തു എന്ന് അതേ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആ കല്ലറയിൽ വീഴാൻ ഇടയായ ജഡം ആ കല്ലറയിലെ ജീർണമായിരിക്കുന്ന എല്ലുകൾ തട്ടിയപ്പോൾ പോലും ജീവൻ വെച്ചു എന്ന് ബൈബിൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ബഹുമാന്യനായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയത് അദ്ദേഹത്തിന്റെ ദൈവികതയുടെ അടയാളമായി പരാമർശിച്ച് കാണാറുണ്ട്. ബഹുമാന്യനായ ഏലിയാവ് പ്രവാചകനെ കുറിച്ച് 2 രാജാക്കന്മാരുടെ 2-ാം അധ്യായത്തിലെ 11ഉം 12ഉം വചനങ്ങളിൽ പരാമർശിക്കുന്നത് അദ്ദേഹം ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജീവനോടെ എടുക്കപ്പെട്ടു എന്നതിന് അർത്ഥം മരിച്ചു എന്നല്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണെന്ന് പൗലോസ് ശ്ലീഹ എബ്രായർക്കുള്ള പുസ്തകത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആകാശത്തേക്ക് ഉയർന്നു പോവുക എന്നതും അതുപോലെയുള്ള മറ്റനേകം അത്ഭുത കൃത്യങ്ങൾ, അടയാളങ്ങൾ അനേകം ദീർഘദർശികളും പ്രവാചകന്മാരും ചെയ്തത് ബൈബിളിൽ ഉടനീളം കാണാവുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഈ അത്ഭുത കൃത്യങ്ങളെ അദ്ദേഹത്തിന്റെ ദൈവികതയുടെ അടയാളമായി, അദ്ദേഹത്തിന്റെ ദൈവികതയുടെ ചിഹ്നങ്ങളായി നമുക്ക് സ്വീകരിക്കാമോ? ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അരങ്ങേറിയ അടയാളങ്ങൾക്ക്, അത്ഭുതങ്ങൾക്ക്, ആശ്ചര്യ പ്രവൃത്തികൾക്ക് സാക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമകാലിക സമൂഹം അതിനെ എങ്ങനെ വിലയിരുത്തി എന്ന് ചിന്തിക്കുവാൻ ഞാൻ നിർബന്ധിതരാകുന്നത്. അദ്ദേഹം കാണിച്ചിട്ടുള്ള അത്ഭുത കൃത്യങ്ങൾ 4 സുവിശേഷങ്ങൾ എടുത്ത് വായിച്ചാൽ തന്നെ നമുക്ക് എണ്ണി തീർക്കാവുന്നതാണ്. ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ പക്ഷവാതക്കാരനെ സുഖപ്പെടുത്തി പക്ഷവാതക്കാരനോട് കിടക്കയോടുകൂടി എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്ന ചിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സംഭവത്തോടുള്ള സമൂഹത്തിന്റെ പ്രതികരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തിനു മഹത്വം എന്നാണ്. ഇത് ദൈവമായതുകൊണ്ടാണ് ഇദ്ദേഹം പക്ഷപാതക്കാരനെ സുഖപ്പെടുത്തിയത് എന്നല്ല ആ സമൂഹം വിശ്വസിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിധവയായ ഒരു സ്ത്രീയുടെ ഏകമകൻ മരണപ്പെട്ടു പോയപ്പോൾ ബാലേ എണീക്കൂ എന്ന് പറഞ്ഞ് നേർക്കുനേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ബാലനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സംഭവം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ അത്യത്ഭുതകരമായ ഒരു അത്ഭുതത്തിന്റെ ചിത്രം നമുക്ക് ലൂക്കോസ് വിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും ആ സമൂഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചത് നമുക്കറിയാം. ജൂത സമൂഹം എന്ന് പറയുന്നത് കാലങ്ങളായി വിവിധ പ്രവാചകന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുകയും വ്യത്യസ്തമായ വേദഗ്രന്ഥങ്ങൾ പരിചയപ്പെടുകയും വ്യത്യസ്ത പ്രവാചക ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും പ്രവാചകന്മാരെന്ന് പറയുന്ന
സംവിധാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള സമൂഹമാണ്. അവർ ഈ സമൂഹത്തോട് ഈ അത്ഭുത കൃത്യത്തോട് പ്രതികരിച്ചത് ഒരു വലിയ പ്രവാചകൻ നമുക്കിടയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്. ഒരു ശമര്യക്കാരത്തിയുമായി ബഹുമാന്യനായ യേശുക്രിസ്തു സംഭാഷണം നടത്തുന്ന ഒരു രംഗം. അദ്ദേഹം യഹൂദ്യയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്ന വഴി ശമര്യ പട്ടണമായ സുക്കാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വിശ്രമിക്കാൻ ഒരു നീരുറവയുടെ യാക്കോബ് ശമര്യക്കാർക്ക് നൽകിയ നീരുറവയുടെ അടുത്ത് വിശ്രമിക്കാനിരിക്കുമ്പോൾ കടന്നു വന്ന ശമര്യക്കാരത്തി, വെള്ളം കോരുവാൻ വന്ന ശമര്യക്കാരത്തിയുമായി സംസാരം നടക്കുന്നതിനിടെ നിന്റെ ഭർത്താവിനെ വിളിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ പ്രതികരിക്കുകയാ. ആ സമയത്ത് നിനക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിന്റെ കൂടെയുള്ളത് നിന്റെ ഭർത്താവല്ല എന്ന് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് മാനുഷികമായ ബുദ്ധിയുടെ വട്ടത്തിൽ നിന്ന് പ്രതികരിക്കുകയാണെങ്കിൽ തീർത്തും അദൃശ്യമായ ഒരു കാര്യം അദ്ദേഹം പറയുമ്പോൾ, യജമാനനെ നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്നാണ് ബഹുമാന്യയായ ആ സ്ത്രീ പ്രതികരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ വെറും 5 യവത്തപ്പഴവും 2 മീനും കൊണ്ട് 5000-ലേറെ ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്ന, അദ്ദേഹം ഊട്ടുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴും ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ എന്ന് തങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന മിശിഹയാണ് അദ്ദേഹമെന്ന് തിരിച്ചറിയുന്ന ഒരു ചിത്രം. അതിനപ്പുറത്തേക്ക് അതൊരു ദൈവികതയുടെ അടയാളമായി വായിക്കുന്നത് നാം കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അവിടെ ഒരു കുരുടന് സുഖപ്പെടുത്തിയപ്പോൾ, അന്ധത ബാധിച്ചിരുന്ന ഒരാൾക്ക് ശമനം നൽകിയപ്പോൾ അദ്ദേഹത്തോട് എന്താണ് ഇതേക്കുറിച്ച് നിന്റെ പ്രതികരണം, അവനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്ന അതേ പദങ്ങൾ ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരാം. ആശയമാണ് ഞാൻ പറയുന്നത്. അവൻ ഒരു പ്രവാചകൻ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്ന ചിത്രം നമ്മൾ അവിടെ കാണുകയാ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വചനം, യേശുവിന്റെ ജീവിതത്തിലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു സംഭവം നടക്കുകയാ. നേരത്തെ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിധവയായ സ്ത്രീയുടെ മകൻ മരിച്ചുപോയപ്പോൾ ജീവിപ്പിച്ചതുപോലെ മാർത്ത എന്ന് പറയുന്ന സഹോദരിയുടെ സഹോദരൻ ലാസർ എന്ന് പറയുന്ന കൂട്ടുകാരൻ മരണപ്പെട്ടു പോയപ്പോൾ ആ മാർത്ത ഈ ലാസറിനെ ജീവിപ്പിച്ച് കിട്ടണമെന്ന് ബഹുമാന്യനായ യേശുക്രിസ്തുവിനോട് വന്ന് പറയുന്ന സംഭവം, നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്നാണ്. അതായത് പ്രവാചകന്മാർക്ക് അവരുടെ പ്രവാചകത്വത്തിന്റെ അടയാളമായി അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നും വേണ്ടിവന്നാൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, ദൈവത്തിന്റെ സമ്മതപ്രകാരം ഈ ജഡത്തിന് ജീവൻ നൽകാൻ, തിരിച്ച് ജീവൻ നൽകാൻ ബഹുമാന്യനായ യേശു പ്രവാചകന് സാധിക്കുമെന്നാണ് മാർത്ത വിശ്വസിക്കുന്നത്. അല്ലാതെ മാർത്ത വിശ്വസിച്ചത് ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് ലാസറിനെ ജീവിപ്പിച്ചു തരുമെന്നല്ല. അതുപോലെ നമ്മൾക്കറിയാം, വന്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിൽ മദീനയിലേക്ക് കടന്നു വരുന്ന ഹർഷപുളകിതമായി മദീനക്കാർ സ്വീകരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ യെരൂശലേമിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുകയാ. ആ സമയത്ത് ഇവൻ ആരെന്ന് ചോദിക്കുന്ന ചുറ്റും കൂടി നിന്നിരുന്ന അദ്ദേഹത്തെ അറിയാത്തവരായിരിക്കാം. ആ സമയത്ത് യേശുവിനെ അനുഗമിച്ചവരോ അദ്ദേഹത്തെ പരിചയമുള്ളവരോ ആയ ആളുകൾ അതിന് മറുപടി പറയുന്നത് ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്നാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ അവനെ പുരുഷാരം പ്രവാചകൻ എന്ന് എണ്ണി എന്ന് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, തന്റെ സമകാലിക ലോകത്ത് അദ്ദേഹം കാണിച്ച അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സമൂഹം അതിനെ വിലയിരുത്തിയത്, അദ്ദേഹത്തിന്റെ അടയാളങ്ങളെ വിലയിരുത്തിയത്, അദ്ദേഹം കാണിച്ചത് ഒരു പ്രവാചകൻ എന്ന നിലയിൽ തന്റെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന, വിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഅ്ജിസത്തുകളായി, അമാനുഷിക പ്രവർത്തനങ്ങളായി മാത്രമാണ് അവരതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി, ഇത്രയും അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും അതേക്കുറിച്ച് ബഹുമാന്യനായ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിട്ടുള്ളത് നാം നേരത്തെ പരാമർശിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തെ 30-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് തന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വ്യാഖ്യാനം നൽകുന്ന ഒരു ചിത്രം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഭൂതങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം
ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് ആരോപണം വന്നപ്പോൾ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്, ദൈവം തന്ന ശക്തി കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയുന്ന ചിത്രം ലൂക്കോസ് സുവിശേഷം 11-ാമത്തെ അധ്യായം 20-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല നേരത്തെ പരാമർശിക്കപ്പെട്ട മാർത്തയുടെ സഹോദരനായ ലാസറിനെ ജീവിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ ബഹുമാന്യനായ യേശുക്രിസ്തു 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ദൈവമേ, ചുറ്റും കൂടിയിരിക്കുന്ന ഈ പുരുഷാരം എന്നെ നീ അയച്ചതാണ് എന്ന് അറിയേണ്ടതിന് അവര് നിമിത്തം ഞാൻ ചോദിക്കുന്നു എന്നാണ്. ലാസറിന് ജീവൻ കൊടുക്കണമെന്ന ആവശ്യം ദൈവത്തിന്റെ മുന്നിൽ യേശുക്രിസ്തു ഒരു അപേക്ഷയായി സമർപ്പിക്കുന്നത് ചുറ്റും കൂടി നിൽക്കുന്നവർ ഞാൻ അയക്കപ്പെട്ടവനാണ്, ഞാൻ റസൂലാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് തിരിച്ചറിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് പ്രത്യേകമായ ഒരു ആമുഖ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ലാസറിനെ ജീവിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഉടനീളം അദ്ദേഹം അവകാശപ്പെട്ടത് ദൈവികതയല്ല, പ്രവാചകത്വത്തിന്റെ അടയാളമായിട്ടാണ് താൻ ഇത് ചെയ്യുന്നതെന്നാണ്. ഒന്നുകൂടെ പറയട്ടെ, ബഹുമാന്യനായ യേശുക്രിസ്തു അദ്ദേഹം എന്താണ് പ്രബോധനം ചെയ്തത്? പ്രബോധനം ചെയ്ത ആശയങ്ങൾ എന്തെല്ലാമാണ്? താൻ ദൈവമാണോ എന്നല്ല. നമുക്കറിയാം, ഞാനൊരു രാജ്യത്തിന്റെ അംബാസിഡറായി ഏതെങ്കിലും തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ ഞാൻ അവിടെ കള്ള പാസ്പോർട്ടിന് കയറി വന്നവനെ പോലെ പെരുമാറരുത്. ഞാൻ പറയണം, ഐ ആം ദ അംബാസിഡർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയണം. അല്ലാതെ കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാതെ, കൃത്യമായ അഡ്രസ്സ് കാണിക്കാതെ ആ സമൂഹത്തിന് മുന്നിലേക്ക് കടന്നുപോയാൽ ഒരുപക്ഷെ അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് വിധേയമായി ഞാൻ ശിക്ഷിക്കപ്പെടുകയോ തിരിച്ചയക്കപ്പെടുകയോ ചെയ്തേക്കാം. ബഹുമാന്യനായ യേശുക്രിസ്തു ഈ ലോകത്തേക്ക് വന്നത് ദൈവമായിട്ടായിരുന്നെങ്കിൽ അദ്ദേഹം ദൈവത്വത്തെ അവകാശപ്പെടുകയും അതിനെ പ്രബോധനം ചെയ്യുകയും വേണമായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിന്റെ പ്രബോധന ചിത്രം നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം തീർത്തും പഠിപ്പിച്ചത് തികഞ്ഞ ഏകദൈവത്വമാണ്. ജൂത സമൂഹത്തിലെ ശാസ്ത്രിമാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഏറ്റവും മുഖ്യമായ കൽപ്പന, ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, ഏറ്റവും മുഖ്യമായ കൽപ്പന അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു എന്നതിന് തുല്യമായ ഒരു ചിത്രം മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിലെ 20 മുതൽ 29-30 വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ശാസ്ത്രിമാർ വന്ന് എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന എന്ത് എന്ന് ബഹുമാന്യനായ യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, ഇസ്രായേലേ കേൾക്ക, എല്ലാറ്റിനും മുഖ്യമായ കൽപ്പന നമ്മുടെ യഹോവ ഏക യഹോവ ആകുന്നു എന്നാണ്. നമ്മുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നാകുന്നു എന്ന് കൃത്യമായ ഏകത്വത്തിന്റെ സന്ദേശമാണ് ബഹുമാന്യനായ യേശുക്രിസ്തു നൽകുന്നത്. മാർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്തിന്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ഇല്ല എന്ന്, ആത്യന്തികമായ നന്മയുടെ ഉടമസ്ഥൻ ദൈവം ഒരുവൻ മാത്രമാണ് എന്ന് യേശുക്രിസ്തു നൽകുന്ന വിശദീകരണം വായിക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ എന്ന് മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചിത്രം മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പിതാവേ, ഏകസത്യ ദൈവമായ നിന്നെ. ഞാനിത് പറയുമ്പോൾ ഒരു ആമുഖം പറയാൻ ആഗ്രഹിക്കുകയാ. പലപ്പോഴും ബഹുമാന്യനായ യേശുക്രിസ്തുവിന്റെ ദൈവികതയ്ക്ക് തെളിവായി ഉദ്ധരിക്കാറുള്ളത് അദ്ദേഹം നിത്യജീവനെ നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. നിത്യജീവൻ എന്ന് പറയുന്നത്, ശാശ്വതമായ ജീവൻ നൽകുന്നു എന്ന് പറയുന്നത് ഏത് ജീവനാണ്? അതിന് വിശദീകരണം നൽകേണ്ടത് യേശുക്രിസ്തു തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തു പറയുന്നത്, പിതാവേ, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്നാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമികമായ വീക്ഷണകോണിലൂടെ ഏത് സമൂഹത്തിലേക്കും പ്രവാചകൻ നിയോഗിക്കപ്പെട്ടാൽ ആ പ്രവാചകനെ അംഗീകരിക്കാതെ ദൈവത്തിന്റെ ഏകത്വം മാത്രം അംഗീകരിക്കുന്നത് കൊണ്ട് ഒരാൾ വിശ്വാസിയാവുകയില്ല. ബഹുമാന്യനായ മോശെ പ്രവാചകൻ വന്ന സമൂഹത്തിലേക്ക് മോശെ പ്രവാചകൻ പ്രവാചകനാണെന്നും ആ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർ വിശ്വാസിയാകുന്നുള്ളൂ. അതുപോലെ ബഹുമാന്യനായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ ഏകസത്യ ദൈവത്തെ അംഗീകരിക്കുകയും യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അയാൾ വിശ്വാസിയാകുന്നുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ ഏകത്വത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ നിയോഗത്തെ കൂടി അംഗീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾ മുസ്ലിം ആകുന്നുള്ളൂ. ഇതാണ് ഇസ്ലാമികമായ വീക്ഷണകോൺ. ഇതിന്
ഇതിന് കൃത്യമായി ഒത്തുചേരുന്ന ഒരു പരാമർശം. ഇസ്ലാമികമായ ഭാഷയിൽ പറഞ്ഞാൽ ഷഹാദത്ത് കലിമ വളരെ വ്യക്തമായി പരാമർശിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വചനത്തിലൂടെ യേശുക്രിസ്തു ചെയ്യുന്നത്. പിതാവേ, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന നിന്റെ റസൂലായ, നിന്റെ മുർസലായ എന്നാണ് അതിന് അറബിക് ടേം ഉപയോഗിക്കേണ്ടത്. നിന്റെ മുർസലായ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നതാകുന്നു നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഖാലിദീന ഫീഹ അബദ, നിത്യജീവൻ അവർക്ക് ലഭിക്കുമെന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം, തന്നെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വന്ന പിശാചിന്റെ മുന്നിൽ പോലും യേശുക്രിസ്തു പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവയെ മാത്രം, നിന്റെ ദൈവമായ യഹോവയെ മാത്രം നമസ്കരിച്ച് അവന് മാത്രമേ പ്രണമിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലെ 10-ാം വചനത്തിലും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനത്തിലും നമുക്കത് കാണാവുന്നതാണ്. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ യേശുക്രിസ്തു പ്രബോധനം ചെയ്തത് തീർത്തും അദ്ദേഹത്തിന്റെ സദാചാരപരമായ ധർമ്മനിഷ്ഠമായ ജീവിതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠങ്ങൾ എമ്പാടും വേറെയുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്തത്. ഇനി യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ പരിശോധിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിന് ഒരിക്കലും യോജിക്കാത്ത സംഭവ ചിത്രങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായി, ദൈവം എന്ന് പറയുന്നത് ആരംഭമില്ലാത്തവനും അനന്തമായ, അതിന് അവസാനമില്ലാത്തവനുമാണ്. ആൽഫ ആൻഡ് ഒമേഗ എന്നാണ് പലപ്പോഴും നമ്മൾ അതിനെ വിവക്ഷിക്കുന്നത്. എന്നാൽ ബഹുമാന്യനായ യേശുക്രിസ്തു അബ്രഹാമിന്റെയും ദാവീദിന്റെയും പുത്രപരമ്പരയിൽ ജനിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായവും അതുപോലെ ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായവും സാക്ഷ്യം നിൽക്കുന്നു. അതുപോലെ ഓരോന്നിന്റെയും ഉദ്ധരണികൾ എവിടെ നിന്നെടുത്തു എന്ന് ആവശ്യമെങ്കിൽ പറയാം. അദ്ദേഹം പരിച്ഛേദന ഏൽക്കുന്നു, മുല കുടിക്കുന്നു, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു, ഭക്ഷണവും പാനീയവും ഉപയോഗിക്കുന്നു, കിടപ്പാടമില്ലാതെ അലയുന്നു, വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. വളർച്ചക്കനുസരിച്ച് സാധാരണഗതിയിൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവിന്റെ പരിധിയല്ല നമ്മൾ വലുതാകുമ്പോൾ ഉണ്ടാകുന്നത് എന്നതുപോലെ യേശുക്രിസ്തുവിന്റെയും വളർച്ചക്കനുസരിച്ച് അറിവ് വർദ്ധിക്കുന്നു. അദ്ദേഹത്തിന് സഹോദരങ്ങൾ ഉണ്ട് എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പരിതപിക്കുന്നു. അന്ത്യനാളിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ബൈബിൾ സംസാരിക്കുന്നു. അത്തിമരത്തിന്റെ ഫലദായക സംഭവം പോലും അറിയാത്ത യേശുക്രിസ്തുവിനെ നാം ബൈബിളിൽ നിന്ന് പഠിക്കുന്നു. സഹനത്തിലൂടെ അനുസരണം അഭ്യസിക്കുന്നു, വിശക്കുന്നു, ദാഹിക്കുന്നു, ഉറങ്ങുന്നു, യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നു, അസ്വസ്ഥനായി നെടുവീർപ്പിടുന്നു, കരയുന്നു, ദുഃഖിക്കുന്നു, അസത്യത്തിനെതിരെ ശക്തി പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു, വാളെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു, യഹൂദരെ ഭയക്കുന്നു, ഒറ്റുകൊടുക്കപ്പെടുന്നു, ബന്ധിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, അടികിട്ടുന്നു, മരണത്തെ ഭയക്കുന്നു, ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും അപ്പുറം ഇസ്ലാമികമായ വിശ്വാസകോണിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എങ്കിലും ബൈബിളിന്റെ ഭാഷയിൽ 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ബലഹീനതയാൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒരിക്കലും ഒരു ദൈവത്തിന് ചേരുന്ന സംഭവങ്ങൾ അല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയത് 5 പോയിന്റുകളാണ്. ഒന്നാമതായി, ദൈവം എന്നതിനെ കുറിച്ച് ബൈബിളിനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ചേർത്തെടുത്തു വെച്ച ഒരു നിർവചനം. രണ്ടാമതായി, യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം എന്താണ് ഉന്നയിച്ചിട്ടുള്ള അവകാശവാദങ്ങൾ. മൂന്നാമതായി, അദ്ദേഹം ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾക്ക് ചരിത്രവും സമകാലിക സമൂഹവും അദ്ദേഹം സ്വയവും നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എന്തെല്ലാമാണ്. നാലാമതായി, അദ്ദേഹം പ്രബോധനം ചെയ്തത് എന്തൊരു സന്ദേശമായിരുന്നു എന്നത്. അഞ്ചാമതായി, ബഹുമാന്യനായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു ദൈവത്തിന് ചേരാത്ത പലതും നമ്മൾ കാണുന്നു എന്ന മഹായാഥാർത്ഥ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വിശേഷിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട്, ഒരുപക്ഷെ പ്രായത്തിൽ നിങ്ങളെക്കാൾ ഏറ്റവും ഇളയവനാണ് ഞാൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഏത് മതക്കാരായാലും ഏത് ദർശനത്തിന്റെ ആളുകളായാലും നമ്മൾ ഇത് മുറുകെ പിടിച്ച് ജീവിക്കുന്നത് നിത്യമായ സ്വർഗത്തിന്റെ നിത്യജീവനെ പുൽകണം എന്ന ആഗ്രഹം കൊണ്ടാണ്, ദൈവത്തിന്റെ അടുക്കൽ നീതീകരിക്കപ്പെടണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, യേശുക്രിസ്തു അദ്ദേഹം ദൈവമാണ് എന്ന വിശ്വാസം ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് അംഗീകരിക്കാവുന്ന രീതിയിൽ ബൈബിളിൽ നിന്ന് പോലും വായിക്കാൻ കിട്ടാത്ത പച്ചയായ യാഥാർത്ഥ്യം നിങ്ങൾ കാണുവാൻ സന്മനസ് കാണിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ സ്വീകരിക്കാനും നന്മയെ ഉൾക്കൊള്ളുവാനും നന്മയുടെ പ്രചാരകരാവാനും നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
പ്രിയ സജീർ ബുഖാരി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ള വാദം വിവിധ നിലകളിൽ താൻ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ആ നിലയിൽ സ്ഥാപിച്ചു. എന്നാൽ അതിൻ്റെ കൗണ്ടറായിട്ട് പ്രിയ ക്രൈസ്തവ പക്ഷത്തു നിന്ന് പ്രിയ സഹോദരൻ സിന്നി തൻ്റെ വാദങ്ങളെയും അതോടൊപ്പം തന്നെ ബൈബിൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള കാര്യവും പ്രസ്താവിക്കുന്നതായിരിക്കും. അത്യുന്നതനായ ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിച്ചുകൊള്ളട്ടെ. ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഉത്തരം ഞാനിവിടെ തെളിയിക്കാതെ തന്നെ വ്യക്തമായി അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയം ഇങ്ങനെ ഒരു ചർച്ചയിലൂടെ സമർത്ഥിക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ 2000 വർഷങ്ങളോളം ലോകത്തിലുടനീളം മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം, യേശു ആരാണെന്നുള്ള ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുന്നതുകൊണ്ട് ഇന്നും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം യേശു ദൈവമല്ല എന്ന് സമർത്ഥിക്കുവാനായിട്ട് പ്രിയ സുഹൃത്തുക്കൾ തുനിയുന്നതിനുള്ള കാരണം, അഥവാ ഇസ്ലാം പക്ഷത്ത് നിന്ന് അങ്ങനെ ഒരു ചിന്താഗതി ഉളവാകുവാൻ കാരണം ഖുർആനിലെ ചില ആയത്തുകളാണ്. ഖുർആൻ 5:72 5:17 അള്ളാഹു തന്നെയാണ് മറിയമിന്റെ പുത്രൻ മസീഹ് എന്ന് പറഞ്ഞവർ സത്യമായും അവിശ്വാസികളായിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആയത്ത് ഖുർആനിലുള്ളിടത്തോളം കാലം യേശു ദൈവമാണെന്ന് ഞാൻ ഇവിടെ നിന്ന് എന്തെല്ലാം വിധത്തിൽ സമർത്ഥിച്ചാലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ, ഇസ്ലാം സുഹൃത്തുക്കൾക്ക് അംഗീകരിക്കാനായിട്ട് അതൊരു തടസ്സമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ബൈബിൾ തെറ്റാണെന്ന് വരുത്തിയാൽ മാത്രമേ ഖുർആന് സാധുതയുള്ളൂ എന്നുള്ളത് പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. 2, ബൈബിളിലെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ടും ആളുകൾ ഇത്തരത്തിൽ സമർത്ഥിക്കാൻ തുനിയുന്നതിനൊരു കാരണമാണ്. പണ്ട് പല വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പരേതനായ മുൻ മുഖ്യമന്ത്രി EK നയനാർ അവർകൾ ഇങ്ങനെ പറയാനായിട്ടിടയായി തീർന്നു, പടച്ചോനാണെങ്കിലും പറഞ്ഞിട്ട് വരണം. ബഹുമാനപ്പെട്ട ഉപരോധ വകുപ്പ് മന്ത്രി AK